പിന്നെയും ഡിപ്രഷൻ. ഇപ്പൊ ഓക്കെ ആയില്ലേ? ചേച്ചി വാ നിൽക്കണ മൊബൈലും കൊണ്ട് എടുത്താലോ? ചേട്ടാ അടുത്തരാ. ആഹാ, കോഴിക്കാണോ നിങ്ങൾ തീറ്റോട്ട് കൊടുക്കുന്നത്? ആ നിൽക്ക്. ആ പോയി കോഴി കിട്ടിയോ? നിന്നെ ശരിയാക്കി തരട്ടോ. മജീദ്, എന്റെ സൊസൈറ്റിയിലെ ആൾക്കാരാണ്, ഒന്ന് നന്നായിട്ടൊക്കെ പിടിക്കണേ. ഞാനായിട്ട് ഫോട്ടോ എടുത്തു തരുമോ? ഒരു ഫോട്ടോ എടുത്തു തരുമോ? എന്താടാ ഇപ്പൊ ഫോട്ടോ എടുത്തെടുക്കുന്നില്ലേ? എടുത്തെടുക്കടാ, വാങ്ങിക്കണോ? മര്യാദക്കൊന്ന് പിടിക്കണോ ലൈറ്റ്? ഈ പുറകിരിക്കുന്ന ചെറുക്കം ഭയങ്കര പിറപ്പാട്ടോ. ഓക്കെ അതുകൊണ്ട് ഇത് ചീഞ്ഞ ക്യാബേജാണ് തോന്നല്ലേ, ഒരു വല്ലാത്തൊരു ഇത്. അതാണല്ലേ അയാടെ ദുബായി കോഴി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ദുബായിൽ ഇയാൾക്ക് വേറെ ഭാര്യയും മക്കളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഇയാൾ ആരാ? പത്മേച്ചിയുടെ ബന്ധത്തിലുള്ള ബന്ധുവാന്നാ പറയുന്നത്. ഓ അങ്ങനെ. ശരി ശരി. ചേച്ചി കത്തിക്ക് മുറിയാലാണ് കേട്ടോ, നോക്കണേ. അതേ കോഴി നോക്കണുള്ളൂ കേട്ടോ. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ലൈവ് ലൈവ്. ഇനി നമ്മൾ കലവറയിലേക്ക് അടക്കുകയാണ്. ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട്. പക്ഷേ കണ്ടുകിട്ടി കല്യാണ വീട്ടിൽ സുന്ദരക്കുട്ടിയെ കണ്ടുകിട്ടി. സൂസി, എനിക്ക് മറു എന്റെ പേരെന്നെ മനസ്സിലായി. കേക്ക് നേരത്തെ മനസ്സിലായി. ഇതാണ് സൂസി. ഇപ്പോഴാ ഇത് ആദ്യമൊക്കെ മാറി ഒരു കമായത്. എന്നതിലേക്ക് ഒന്ന് പറഞ്ഞു തന്നെ. ഞാൻ പറഞ്ഞ മതിയോ? കുറച്ച് മധുരമായ ശബ്ദമാണ് വേണത്, അതുകൊണ്ടാണ് പറഞ്ഞോ. ഞാൻ സൂസിയുടെ ഭർത്താവ് സോളമൻ KP. അടി തുടങ്ങിയ വിളിക്കണോ? ആദ്യം ഞാനൊരു തേട്ടടിക്കട്ടെ, എന്നിട്ട് മതി. ഈ തേട്ടി അടിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത്? എടാ, വെള്ളടിക്കുമ്പോൾ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞാൽ തലയ്ക്ക് വെളിവും കാലിന് ഉറപ്പില്ലാതാന്നവരടിക്കണം. അതുപോലുള്ള ആൾക്കാർ കമ്പനി കിട്ടണം. കാലിന് ഉറപ്പില്ല, ഇനി തലയ്ക്ക് വെളിവും കൂടെ പോണം. അത് പണ്ടേ പോയതാണല്ലോ. മാമനൊരുക്കി താഴെ മാറ്റോണ്ട് വന്നു. ഏയ് അല്ല, അച്ഛൻ മിലിറ്ററിയില്ല. ഞാൻ ഇതുപോലത്തെ ഫംഗ്ഷന് പോകുമ്പോൾ 2-3 ഉപ്പിയെടുത്ത് ബാഗിലിടും. നമ്പർ ഒന്ന് തന്നേക്കണം കേട്ടോ പോകുന്നതിന് മുമ്പേ. ആയിക്കോട്ടെ. ചീത്തയാക്കല്ലേ. ലൈറ്റോനെ, നീ ഇവിടെ നിൽക്കണ്ട കേട്ടോ. അവിടെ എല്ലാ ലൈറ്റും നിന്റെ DJ പോലെ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ടോ? സാധനമുണ്ടോ? ഞാൻ സലീനെ ഏൽപ്പിച്ചേക്കാം, അവനോട് ചോദിച്ചോ. ഞാൻ ലൈറ്റോനെ കണ്ടോളാം. അച്ഛോ അച്ഛോ, എങ്ങനെയും കുറച്ച് ബ്രെഡും ചിക്കനും സംഘടിപ്പിക്കണേ. ഷൈമോനോട് പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല. പൊന്നുവനെ മറക്കല്ലേ. അങ്ങാരി വീടെടുത്ത് തിരിച്ചു വെക്കുവേ. വാ മോളെ. അകത്തേറി വാ. അടി ഫസ്റ്റ് ഫോർത്ത് സെക്കൻഡ് പൈസ അച്ഛനും നടിക്കല്ലേ. പണിക്കും പോടാ സൂത. എന്തിനാണോ ഞങ്ങളുടെ കാശ് മേടിക്കാൻ വന്നിരിക്കുന്നത്? കൈ ഇവിടെ തന്നെ ഇരിക്കട്ടെ. നല്ല വർക്കത്തുള്ളതാ. അടുത്ത ചീട്ടുകാരാണ്, നീയല്ലേ കുത്തണം. പന്തൽ അരിന്നോർത്തങ്ങാൻ ഇരുന്നാ മതിയായിരുന്നു. സൂസിയൊക്കെ പോയി കാണോ? ഇല്ല, കൈയെടുക്കരുത്. വർക്കത്താ പോയി അപ്പ അവിടെ പോകും. കാശ് പൊത്തി പിടിച്ചോണേ. എന്താണ് ആശാനത്? വെട്ടമില്ല, വെളിച്ചമില്ല. വെട്ടല്ലേ ഒരു മോന്റെ മോനെ ഇവിടുത്തെ ചോറ് കയറ്റണ്ട. അല്ലെ കലവറയ്ക്ക് സ്പെഷ്യൽ ലൈറ്റ് ഇട്ട് തരണ്ടേ? ഞാൻ പോണേന് അടിച്ച സാധനം ഇറങ്ങിപ്പോയി. പെട്രോളൊന്നും ഇടതില് ഇന്നലെ ഒഴിച്ചാണല്ലോ.
ശരിക്കും അങ്ങോട്ട് തുറക്ക്. പെട്രോളുണ്ടാ? പിന്നെന്താണ് പിടിച്ച് ഞാൻ നോക്കട്ടെ. ഹായടി. എടി മഞ്ജു എന്തേ? അവളകത്തുണ്ടല്ലോ. ഇല്ലെന്ന് ഞാൻ നോക്കിയതല്ലേ. ഇല്ലേ? എന്നെ കൊണ്ട് ഇനി പറ്റില്ല. ചേട്ടൻ നോക്കിയോ? ആ കൈ പോയി. മര്യാദയ്ക്ക് വെട്ടം വന്നില്ലെങ്കിൽ ഇതും കത്തിക്കും, നിന്നെ കത്തിക്കും. ഇയാളെ ഞാൻ നമ്പർ കാണാനില്ല. എടോ മനു, താനെ ഇവിടെ പോയി എടുക്കാണ്. ഇവിടെ കറണ്ട് പോയി ജനറേറ്ററൊക്കെ കേടാണ്. താനിപ്പോ വരാന്ന് പറഞ്ഞിട്ട്. മോനെ ഞാൻ ടൗൺ വരെ ഒന്ന് പോടാം. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഇച്ചിരി ലേറ്റ് ആവും. ചിലപ്പോ നേരം വിളിക്കും. സാറേ ഈ ജാമ്യത്തിലിറക്കാൻ രണ്ടുപേരും മതിയോ? മതിയാവില്ലേ? 2 കൂട്ടുകാർ കിട്ടണം. സൂസയും തപ്പി വന്ന സ്ഥലം കൊള്ളാം. ചേടാ സംഭവം റെഡിയാ? ഒറ്റയടിക്കാൻ സ്റ്റാർട്ടായി. ഞാനൊരുപാട് നേരം നോക്കി, സംഭവം സെറ്റ് ആയില്ല. രാവിലെ നേരത്തെ റെഡിയാവാം. ജേട്ടാ 5 റൂമിലുണ്ട് കേട്ടോ. അവൾ പുറത്ത് ബാത്റൂമിൽ പോയിരിക്കായിരുന്നു. അവിടെ മുറിയിലുണ്ടല്ലോ ബാത്റൂം. അത് പിള്ളേരാരോ ഒരു കംപ്ലൈന്റ് ആയിരിക്കായിരുന്നു. ചേട്ടനിത് എന്താ പറ്റി? തീരുന്ന വരെ ഒരു സമാധാനമില്ല. മോളെ സാമ്പാർ. സന്തോഷം. വല്ലവരും കൊണ്ടുവിടാ. വല്ലവരും കൊണ്ടുവന്നു വീട്ടിലുണ്ട്. ഞാൻ ഇങ്ങോട്ട് എടുക്കട്ടെ? വേണ്ട വേണ്ട, ഞാനേ ഇവിടെ തിരക്ക് കഴിയുമ്പോൾ ഇങ്ങോട്ട് എത്താം. ശരി ചേട്ടാ കാത്തോരും കൂടി കൊണ്ട് എടുത്തോ. ആ പെണ്ണിന് വലിയ താല്പര്യമൊന്നുമില്ലാന്ന്. സിംഗിളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ചേട്ടാ മിലിറ്ററി 2 വകുള്ളല്ലോ. കുഴപ്പമില്ല. ചേട്ടാ ചേട്ടാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ റജിർക്ക പറഞ്ഞാൽ മതി. ശരി. ഓ നമുക്കിനി സമാധാനമായിട്ട് പാട്ടൊക്കെ പാടിയിരുന്ന് അടിക്കാം. അല്ല ടച്ചിങ്സ് ഇതേ ഉള്ളൂ. ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ കറിയാണോ? എന്നാ എടുക്കണ്ട, ഒരാവശ്യമുണ്ട്. നമ്മുടെ ശൈലപ്പണിയില്ലേ കേളന്, പുള്ളി വേണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ മറന്നു. തരാം തരാം. പ്രവാസിയാന്ന് പറഞ്ഞിട്ടെന്നാ, നമുക്കൊരു വെക്ക് കഴിച്ചാൽ ഇവിടെ ആരുമില്ല. ആ എല്ലാരും ഉണ്ടല്ലോ. ചേട്ടൻ കാടി. ഞാൻ ആ ജയൻ ഇരുന്നോണ്ട് ഇങ്ങോട്ട് വരാൻ. അവനാണ് ഒട്ടും അപ്ഡേഷൻ ഇല്ല. ഞാനാണ് ന്യൂജനും ആയിപ്പോയി. ആദ്യം നാടൻ, എന്നിട്ട് ഫോറിൻ. ഞാൻ ഒഴിച്ചുതരാം. പുരുഷനല്ലേ ഒഴിച്ചോളാം. എത്ര ഒഴിച്ചതാ?
നാടനും ഇതോടെ മിക്സായ വല്ല കുഴപ്പമുണ്ടോ? ഏയ് ഇത് നല്ല സാധനമാണ്. ആണോ? പക്ഷെ എനിക്ക് എന്നാന്ന് അറിയില്ല, വയറുവേദന ഉണ്ടാവും. നാളെ കല്യാണമൊക്കെ ഉണ്ടാനുള്ളതല്ലേ. ഞാനിത് അങ്ങ് എടുക്കുക. നമുക്ക് നാളെ കൂടാം. സൂസ്മനല്ല ഹെയർ. ശുഭരാത്രി. ഇനി പോയിട്ട് ഈന്തപ്പഴം കഴിക്കണം. ഞാൻ അവനോട് സംസാരിച്ചു.